മമ്മൂക്ക മമ്മൂക്കയായിട്ട് ഒരുപാട് ഓർമ്മകളുണ്ട്. ട്രൂത്തിൻ്റെ സമയത്ത് മമ്മൂക്കയുടെ ക്യാമറ ക്യാമറ കളക്ഷനും ഫോട്ടോഗ്രാഫി അതൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. എന്താ? ഞാൻ പറഞ്ഞു, "ഏയ് ഒന്നുമില്ല. നമുക്ക് ക്യാമറയെ പറ്റിയൊന്നും അറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ പോയി നോക്കിയേക്കും. മമ്മൂക്ക ഫോട്ടോ എടുക്കണ കാണാൻ ഒരു രസമാണ്, ഒരു സ്റ്റൈലാണ്. അതൊക്കെ നോക്കി വെക്കും." പിന്നെ മറവത്തൂരിൻ്റെ സമയത്താണ് കൂടുതലും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ. കാരണം അന്നേരം ഒരു അവാർഡ് അനൗൺസ്മെൻറ്റ് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അപ്പോൾ ഞാനൊരു കൺഗ്രാറ്റ്സ് നോട്ടൊക്കെ മമ്മൂക്കയ്ക്ക് എഴുതി അതൊക്കെ മമ്മൂക്കയ്ക്ക് കൊടുത്ത ഒരു ഓർമ്മയും, സുന്ദരിയെ സുന്ദരിയെ ഗാനം ഷൂട്ട് ചെയ്യുമ്പോൾ രാത്രി അപ്പോൾ അതിൽ കുറച്ച് ഡാൻസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തതും അങ്ങനത്തെ കുറച്ച് ഓർമ്മകളൊക്കെയാണ്. ലാലേട്ടൻ്റെ കൂടെ രണ്ടാമത്തെ സിനിമയാണ് വർണ്ണപ്പകിട്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ആ, ലാലേട്ടനെ കാണാനായിട്ടുള്ള എന്താ ഒരു എക്സൈറ്റ്മെൻറ്റ്, ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നു എന്നുള്ള. പക്ഷെ ഞാനവിടെ ചെന്നതും ആ, ഒരു വലിയ കണ്ണട എടുത്ത് വെച്ച് തന്ന് നെറ്റീത്ത് ഇങ്ങനെ ഒരു മുറിവിൻ്റെ ഒരു മേക്കപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ലാലേട്ടനെ ആദ്യമായിട്ട് അവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ നമസ്തേയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണ് ആദ്യമായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര ഇത് ഫുൾ ഗ്ലിസറിനൊക്കെ ഇട്ട് ഒരു കരഞ്ഞ് ഉള്ളൊരു മൂഡിലാണ് ആദ്യം നമ്മൾ ആഗ്രഹിച്ചിരുന്നിരുന്ന സൂപ്പർ സ്റ്റാർ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മീറ്റിംഗ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശോ ഇങ്ങനെയാണല്ലോ കണ്ടത് എന്ന്. പക്ഷേ അതിനുശേഷം മാണിക്യക്കല്ലിൻ്റെ ഷൂട്ടിംഗ് മെമ്മറീസ് അതൊക്കെ ഓർമ്മയുണ്ട് എനിക്ക്. സുരേഷേട്ടൻ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തിൻ്റെ പോലെ തന്നെയാണ്. എല്ലാവരുമായിട്ടും വളരെ ക്ലോസ് ആണ്. അച്ഛനുമായിട്ടാണെങ്കിലും അമ്മയായിട്ടാണെങ്കിലും. ഇവിടുന്ന് പോയതിന് ശേഷവും ആ ഒരു ബോണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫാമിലിയിലെ ഒരംഗത്തിൻ്റെ പോലെയാണ്. മക്കളെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട്. എൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ട് പോയപ്പോൾ ആദ്യമായിട്ട് സംസാരിച്ചത് സുരേഷ് ചേട്ടനോടാണ്. അമ്മയടക്കം എല്ലാവരും ചേട്ടനാണ് വിളിച്ച് ആ ഒരു കംഫർട്ട്. ശരിക്കും നമ്മുടെ ഒരു മൂത്ത ചേട്ടൻ്റെ സ്ഥാനം തന്നെയാണ് ചേട്ടനും ചേച്ചിക്കും. ചേച്ചിയാണെങ്കിലും ജയറാമേട്ടനെ പറ്റി പറയുമ്പോൾ അശ്വതി ചേച്ചിയാണ് കൂടുതലായിട്ടും കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഈ അടുത്ത വർഷങ്ങളിൽ. ഞാൻ ഇപ്പോൾ ഒരു പ്രോഗ്രാം ഡാൻസ് എന്തെങ്കിലും ചെയ്താലോ അതിൻ്റെ കോംപ്ലിമെൻറ്റ്സ് ആയിട്ടും അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇപ്പോൾ മദ്രാസിൽ പോയപ്പോൾ കണ്ടിരുന്നു. ചേട്ടനും ചേച്ചി അവിടെ വന്നപ്പോൾ കണ്ടിരുന്നു. പ്രോഗ്രാമിന് ഞാൻ ഡാൻസ് ചെയ്യുമ്പോൾ അവിടെ അവരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അന്നും ഇന്നും ബൈ ഗോഡ്സ് ഗ്രേസ് കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ജഗദീശൻ ആക്ച്വലി കല്യാണ സൗന്ദര്യത്തിൻ്റെയൊക്കെ സമയത്ത് ഞാൻ എൻ്റെ ഫസ്റ്റ് സിനിമയാണ്. അപ്പം എൻ്റെ മിഡ് ടേം പരീക്ഷയുടെ ഇടയ്ക്കാണ് ആദ്യത്തെ ഒരാഴ്ചത്തെ ഷൂട്ടിങ്. അപ്പോൾ അപ്പോഴൊക്കെ എന്നെ സ്ഥിരമായിട്ടും പഠിക്കൂ പരീക്ഷയാണ് എന്ന് പറഞ്ഞ് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തിരിച്ച് ഒരു സീൻ കഴിഞ്ഞാൽ അതിന് പോയി പഠിച്ചിട്ട് വരൂ, അടുത്ത സീനാകുമ്പോൾ വിളിക്കാം എന്നുള്ള രീതിയിൽ ആധികാരികമായിട്ട് ആ ഒരു പ്രൊഫസർ ലൈനിൽ എന്നെ പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് ജഗദീഷ് ചേട്ടനാണ്. പിന്നെ ജഗദീഷ് ചേട്ടൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, ഞാനൊക്കെ ജഗദീഷ് ചേട്ടനെ കാണുന്നതിന് മുമ്പ് ആദ്യം ഹിറ്റ്ലറിലെയും അങ്ങനത്തെ പല ഇപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒരുപാട് സീൻസ് നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലോ. ആ ഒരു ഓർമ്മകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കല്യാണ സൗന്ദര്യത്തിൽ ചെന്ന് കാണുന്നതും. ഇവരൊക്കെ ഡയലോഗ് പറയുമ്പോൾ നമ്മൾ ചിരിച്ചൊക്കെ റീടേക്ക് വരുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള അവിടെ നിന്നും ഇപ്പോഴത്തെ മൂവീസിൽ ജഗദീഷ് ചേട്ടനെ കാണുമ്പോൾ വേറൊരു ട്രാൻസ്ഫോർമേഷനാണ്. അതൊരു എന്താ പറയുക, ആ ഒരു ആർട്ടിസ്ട്രിയുടെ പല ഷെയ്ഡ്സ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് അന്നും ഇന്നും ഒക്കെ അതിശയം തന്നെയാണ്. മുകേഷേട്ടൻ്റെ കൂടെ സിനിമകൾ, ഗൾഫ് യാത്രകൾ, പിന്നെ ഇപ്പോഴും ചാനൽ ഷോസ്, അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എപ്പോഴും കാണുമ്പോൾ വളരെ ഹൃദ്യമായിട്ടുള്ളൊരു വെൽക്കമിങ് സ്മൈലോടുകൂടി വന്ന് അതിനുശേഷം വളരെ സീരിയസ് ആയിട്ട് തമാശ പറഞ്ഞ് നമ്മളെ കുഴപ്പിച്ച് അതൊക്കെ ആ ഒരു സ്റ്റെഡിനെസ് മുകേഷേട്ടൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മനോജ് ചേട്ടനും ഇതുപോലെ വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഇവിടെ കുടുംബക്ഷേത്രത്തിൽ വന്ന് ആ സമയം തൊട്ടും നൃത്ത പരിപാടികളിൽ അതിഥിയായിട്ട് വന്നും ഒക്കെ അന്ന് തൊട്ടേ അറിയാം.
അതിനുശേഷം ഇതുപോലെ വീട്ടിൽ അച്ഛനും അമ്മയായിട്ടുമൊക്കെ വളരെ ക്ലോസ് ആണ്. മൂന്നാമത്തെ ചിത്രം ശിബിരം, അതിനുശേഷം ചുരം, പിന്നീട് ആയിരം മേനി, അങ്ങനെ ഒരുപാട് സിനിമകൾ മനോജ് ചേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. മനോജ് ചേട്ടനുള്ള ലൊക്കേഷൻ എല്ലാവർക്കും അറിയാം. മനോജ് ചേട്ടൻ വേണു അങ്കിൾ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല ഗാനങ്ങളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ കുറേ ഓർമ്മകൾ ചുരത്തിലുണ്ട്. മണിച്ചേട്ടൻ്റെ കൂടെ ആദ്യത്തെ സിനിമ തൊട്ട് ഉള്ള ഒരുപാട് ഓർമ്മകളാണ്. ആദ്യത്തെ സിനിമയിൽ ഒരു ഗാനരംഗം, അതിനുശേഷം കഥാനായകനിൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗാനരംഗം, അതിൽ ചേട്ടൻ പാടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സിനിമ തൊട്ട് കാണുന്നത് കൊണ്ട് അവർക്കൊക്കെ അറിയാവുന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിലുള്ള ഒരു വാത്സല്യമായിരുന്നു ഇവർക്കെല്ലാവർക്കും. ആ ഫസ്റ്റ് കല്യാണ സൗന്ദര്യത്തിലെ ടീമിലുള്ള എല്ലാവരും ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു മൂവിയായിരുന്നു അത്. അപ്പോൾ അതുപോലെ തന്നെ ആകാശഗംഗ ഉൾപ്പെടെ, ആകാശഗംഗയിലൊക്കെ ഇങ്ങനെ ഞാൻ നിലത്ത് നിൽക്കുകയും മനുഷ്യൻ ഇങ്ങനെ പറന്ന് വരുന്ന ഒരു സീനും ഇങ്ങനെ പ്രൊപ്പല്ലറും അതും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കുറേ നല്ല ഓർമ്മകളാണ്, രസമാണ്. ദിലീപേട്ടനെയും ഇതുപോലെ കല്യാണ സൗന്ദര്യത്തിലല്ല ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ പ്രോഗ്രാമിന് വന്നിട്ടും, കൂടാതെ എനിക്ക് തോന്നുന്നു സ്കൂളിലാണോ കോമ്പറ്റീഷൻ വേദികളിൽ ചേട്ടൻ ഗസ്റ്റായിട്ട് വന്നിട്ട് ഒക്കെ അന്നോട്ടേ അറിയാം. പിന്നെ കല്യാണ സൗന്ദര്യത്തിൻ്റെ സമയത്താണ് കൂടുതലും പരിചയമാവുന്നതും. പിന്നെ അതിനുശേഷം വർണ്ണപ്പേട്ടിലും ദിലീപേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ നല്ല 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 ഓർമ്മകളാണ്. ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് രണ്ടുപേരുമായിട്ടും, കാവ്യയായിട്ടും ദിലീപേട്ടനുമായിട്ടും. ഒരുപാട് നല്ല ഓർമ്മകളാണ്. ശ്രീനേട്ടനുമായിട്ട് കൂടുതൽ സമയം ഫ്രണ്ട്സിലാണ് കോമ്പിനേഷൻ സീൻ ഉള്ളതെങ്കിലും മറവത്തൂരിലും ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾക്ക് ഒരുപാട് ആ പൊള്ളുന്ന ചൂടിൽ എനിക്കും ശ്രീനേട്ടനും കുറേ ആ ഓടുന്ന ഒരു ഫസ്റ്റ് ഒരു സീക്വൻസ് ഉണ്ട്. ഈ ഒരു ഉറവ ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്, അദ്ദേഹം അത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതുമായിട്ട് ഉള്ള അപ്പോഴൊക്കെ കുറേ നല്ല നല്ല ഉപദേശങ്ങളും, ഉപദേശിക്കുന്ന രീതിയിലല്ല അവരൊക്കെ സംസാരിക്കുന്നത്, അവരുടെയൊക്കെ വർത്തമാനങ്ങളും എക്സ്പീരിയൻസസും ഒക്കെ അറിയാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്.